ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്നൊക്കെ വേണേ പറയാം. കാരണം വൈകുന്നേരം വരെയുള്ള ഷോർട്സ് ആണ് കേട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് നീനുമ്മയായിട്ട് ഇരിക്കുവാണ്. നീനുമ്മ കളിയുടെ ഒരു ഇതിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ അപ്പം വായിലാക്കാമെന്നും പറഞ്ഞ് അവൾക്ക് കൊടുത്തു. കുറച്ച് അവൾ കഴിച്ചിട്ട് ബാക്കി അങ്ങ് തട്ടി തട്ടി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഒരു പാത്രത്തിൽ കുറച്ച് നുള്ളിയിട്ട് അവൾക്ക് കൊടുത്തു. അവൾ അത് നേരെ കൊണ്ടുവന്ന് കസേരയുടെ മണ്ടേ ആദ്യം വെച്ച്, എന്നിട്ട് അതിനകത്ത് 2 അടി കൊടുത്തിട്ട് ഓരോ പീസസ് ആയിട്ട് എടുത്ത് തറയിലിട്ട് അളിക്കാൻ തുടങ്ങി. അതൊക്കെ പല സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം അവൾ പാത്രം എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. പാത്രം കമത്തി എറിയുക, പിന്നെ എടുത്ത് എറിയുക, അതൊക്കെ കഴിഞ്ഞിട്ട് അത് മടുത്തപ്പോൾ നേരെ അവളെ കളിപ്പാട്ട പാത്രത്തിലോട്ട് പോയി കേട്ടോ. ഇത് അവളെ കളിപ്പാട്ടമൊക്കെ ഇട്ടിരിക്കുന്ന ബോക്സാണ്. രാവിലെ മുഴുവൻ അത് ഇവള് അതിനകത്ത് എടുത്തിടും, തിരിച്ചെടുത്തിടും, അതിട്ട് കളിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇതെല്ലാം നമ്മൾ വീണ്ടും പറക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവൾ ഇതെല്ലാം എടുത്ത് വലിച്ചു വാരിയിടും. അവളുടെ ഫേവറേറ്റ് പാവയാണ് കേട്ടോ. ഇപ്പോൾ അവളുടെ അടുത്ത് ഒരു എറി കൊടുത്തത് കണ്ടോ, അവളെ ഫേവറേറ്റ് പാവയാണത്. നമ്മളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും, ഉമ്മ കൊടുക്കും, രാരീരം പാടും, എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനും നീനു ബേബിയും കുറച്ച് നേരം അങ്ങനെ അതിനകത്തൊക്കെ കളിച്ച് അവളെ കുറച്ച് നേരം എൻഗേജ് ചെയ്യിപ്പിച്ച്, പിന്നെ അവളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച്. അത് അവളുടെ ചെരുപ്പാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചു. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് എടുത്ത് കയറ്റിയത്. കുറച്ച് നേരം അതിനകത്ത് അടങ്ങിയിരിക്കുമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത് കേട്ടോ. പക്ഷെ അതിനകത്ത് കയറ്റിയപ്പം അവൾക്കിതേ വീണ്ടും പുറത്തോട്ട് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ച് അവളെ കുട്ടപ്പിയാക്കി. നോക്കിയേ, ഞാൻ ചീപ്പി പറ്റിച്ചങ്ങ് വെച്ചു ഗൈസ്. നല്ല രസമുണ്ടല്ലേ നോക്കിയേ. പക്ഷെ ഇത്രയും ചീപ്പി ഒട്ടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇവളുടെ മുടിയൊന്ന് കാണണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ ഇരിക്കുമ്പം കുറച്ച് അവൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ കഴിക്കും. കാരണം അവളുടെ വിചാരം എന്താ, നമ്മൾ അവൾക്ക് വേറെ എന്തോ കൊടുത്തിട്ട് നമ്മളെന്തോ സ്പെഷ്യൽ സാധനമാണ് തിന്നുന്നതെന്നാണ് അവളുടെ വിചാരം. ഒരേ ടേസ്റ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചെടുത്തിട്ട് അവൾ കഴിക്കും. അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ അവൾ അകത്താക്കി കേട്ടോ. കുറച്ച് പീസൊക്കെ, അതും 2-3 പീസൊക്കെ കഴിക്കുകയുള്ളൂ. അതിനുശേഷം അവൾക്ക് അങ്ങ് മടിയാവും. ഞാൻ അതിനുശേഷം അവളെ എടുത്ത് മടിയിലിരുത്തി അങ്ങനെയെങ്കിലും കുറച്ച് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കൊടുക്കുവാണ്. എന്തായാലും ഭാഗ്യത്തിന് കഴിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്തൊരു പാടാണല്ലേ. അവർ വളർന്നു വരുംതോറും ഫുഡിനോടുള്ള മടി കൂടിക്കൂടി വരും. ചിലപ്പോൾ തട്ടിയെറിയും, കരയും. ചില സമയത്ത് ഞാൻ എടുക്കാനായിട്ട് അവളങ്ങ് നിർബന്ധം പിടിക്കുന്നതല്ലാതെ ഒരു നുള്ളു ഫുഡ് പോലും അവൾ വായിലാക്കാറില്ല. ഇപ്പോൾ എനിക്ക് ഉമ്മ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മ തരും, അമ്മ വിളിക്കും, അച്ഛ വിളിക്കും, ടാറ്റ പറയും, ഹലോ പറയും, പ്ലെയിങ് കീസ് കൊടുക്കും, അങ്ങനെയൊക്കെ തരും കേട്ടോ. അവളുടെ വളർച്ച കാണുമ്പോഴത്തേക്കും ഒരേപോലെ സന്തോഷമാണ്, എന്നാൽ വിഷമമാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ കൊണ്ടുപോയി ഉറക്കി. കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുമണി ഉറങ്ങി. അതിനുശേഷം എനിക്ക് കുറച്ച് പാഴ്സൽസ് ഉണ്ടായിരുന്നു പർപ്പിളിൽ നിന്ന്. ഞാനതൊക്കെ പൊട്ടിച്ച് നോക്കുവാണ്. എന്തായാലും ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ പറയും. പക്ഷേ യൂസാക്കി നോക്കാൻ കുറച്ച് സമയം വേണം. കുറച്ചും കൂടുതലും മേക്കപ്പിൻ്റെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. കാരണം അണ്ണൻ്റെ കല്യാണം വരുവാണ്. പിന്നെ സ്കിൻ കെയറും ഉണ്ട്. നമ്മൾ ഇന്ന് പുറത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ് ഉച്ചയായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അമ്പി, വൈശാഖ്, ഉണ്ണി, അച്ചുവൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ വക ട്രീറ്റാണ് കേട്ടോ ഇന്ന്. ട്രീറ്റ് എന്തിനെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഷാപ്പിലാണ് പോയത്. ഫുഡൊക്കെ കഴിഞ്ഞ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുവാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് നീനു ബേബീനെ ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോകും. അവൾക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അലമാര അൻസാരി എന്നാണ് കേട്ടോ. അൻസാരി ഫർണിച്ചർ പള്ളിമുക്കിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അവിടെ നിന്ന് അലമാരിയൊക്കെ വന്നു. കാരണം തുണി വെക്കാൻ ഇവിടെ എത്ര അലമാരി ഉണ്ടെങ്കിലും സ്ഥലം തികയുന്നില്ല. പിന്നെ താഴെ ബക്കറ്റ് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീനു ബേബി അത് തള്ളി വലിച്ചു വാരി ഇടുന്ന എനിക്ക് ബുദ്ധിമുട്ട് കാരണമാണ് അവസാനം നമ്മൾ അലമാരി മേടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പം ബക്കറ്റ് തുറന്നൊക്കെ തുണി പുറത്തെടുക്കാനായിട്ട് അവൾ തുടങ്ങി കേട്ടോ. ഇതാണ് അലമാരി. എങ്ങനെയുണ്ട്? വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏട്ടൻ്റെ കല്യാണം ആയതുകൊണ്ട് കല്യാണത്തിൻ്റെ റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഷോപ്പിൽ പോയി. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബനിയൻ സെറ്റൊക്കെ അല്ലല്ലോ, ഒരു കല്യാണത്തിന് ഇച്ചിരി ഒന്ന് തിളങ്ങണ്ടേ. അതുകൊണ്ട് നമ്മൾ വേറെയൊക്കെ നോക്കുവാണ്. നീനു ബേബിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോൾ പുള്ളിക്കാരി നടക്കാൻ തുടങ്ങിയതുകൊണ്ടേ അവൾ ഇങ്ങനെയൊക്കെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയൊക്കെ കേൾക്കാം. അവൾ അവിടെ മുഴുവൻ കറങ്ങി
എന്നിട്ട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. വന്നിട്ടുണ്ടായിരുന്നു സോറി. അപ്പൊ അവരെയൊക്കെ ഇടയ്ക്ക് പോയി കളിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തു കേട്ടോ. ഫൈനലി അവൾക്കൊരു ഡ്രസ്സ് കണ്ടുപിടിച്ച്. ഇവക്ക് എന്തോ പ്രശ്നമെന്നറിയാവോ? ഇവക്ക് ഡ്രസ്സ് ഇടുമ്പം കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്താലും ഇട്ട് കഴിയുമ്പോൾ അങ്ങ് ലൂസായി കിടക്കും. അതെനിക്കിടാൻ അറിയാത്തോണ്ടാണോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷെ ഇതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാരും പറഞ്ഞു ഇതിന്റെ ബാക്കാണ് ഫ്രണ്ട് ബാക്കും ആണെന്ന്. അപ്പോഴത്തേക്കും നമുക്കല്ലേ ഇപ്പോഴത്തെ പാഷനൊക്കെ അറിയാവുള്ളൂ. അവരടുത്ത് ഒരു വിധത്തിൽ ഇവരങ്ങ് തർക്കിക്കുക. ഇതിന്റെ ബാക്കിൽ ഇതേ ഇങ്ങനൊരു അംബ്രല്ല അല്ല, ബട്ടർഫ്ലൈയുടെ പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. അവരങ്ങ് പറയുക ഇതാണ് ഫ്രണ്ട്. ഡേയ് അവിടെ ഇരിക്കുന്ന രണ്ടൂന്ന് പേരുടെ ഏട്ടൻ ചോദിച്ചു ഇതിനകത്ത് ഏതടേ ഫ്രണ്ട് ഏതടേ ബാക്ക്. പക്ഷെ നമുക്കല്ലേ അത് അറിയാവുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ പാഷൻ ഇതാണെന്ന്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ നീനു ബേബിക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറും ആയിരുന്നു. അതുപോലെ ഇതാവുമ്പം ചൂടെടുക്കത്തൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആളുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുകയാണ് കേട്ടോ, ഇതിൽ ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക്. അതോടുകൂടി ഏട്ടനും അനിയന്മാരും ഉണ്ടായിരുന്നു, അവരുടെ കൺഫ്യൂഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതും ഇട്ട് ഒന്ന് റോൾ അടിച്ച് നീനുമ്മ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സും എടുത്തു, എൻ്റെ റിസപ്ഷനുള്ള ഡ്രസ്സും എടുത്തു. ഇതാണ് ഫസ്റ്റ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേറൊന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.